ഒരാൾ ഒരു സ്ഥലത്തു നിന്നും നേരെ കിഴക്കോട്ട് 12 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്നും നേരെ വടക്കോട്ട് 5 കിലോമീറ്റർ കൂടി പോകുന്നു. ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര അകലത്തിലായിരിക്കും? ദിശയും ദൂരവും എന്ന ഭാഗത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ദിശ ഇതുപോലെ വരച്ചു വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും നേരെ കിഴക്കോട്ട് 12 കിലോമീറ്റർ, ഇവിടെ കിഴക്കാണെന്ന് മനസ്സിലാവും. അപ്പോൾ കിഴക്കോട്ട് 12 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം അവിടെ നിന്ന് നേരെ വടക്കോട്ട് 5 കിലോമീറ്റർ, വടക്കിങ്ങോട്ടാണല്ലോ, വടക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര അകലത്തിലാണ്, ഇപ്പോൾ ഇവിടെ നിന്നും ഇവിടത്തേക്കുള്ള അകലം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതൊരു മട്ടത്രികോണമാണ്. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ ഈ വശം പാദവും ഈ വശം ലംബവും ഈ വശം കർണവുമാണ്. അപ്പോൾ നമുക്കത് പൈതഗോറ സിദ്ധാന്തം ഉപയോഗിച്ച് ചെയ്യാം. പൈതഗോറ സിദ്ധാന്തത്തിൽ കർണം കണ്ടുപിടിക്കാൻ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് പാദവും ലംബവും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കർണം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം എത്രയാണ്? 12 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 12 സ്ക്വയർ പ്ലസ് ലംബം 5, അപ്പോൾ 5 സ്ക്വയർ. റൂട്ട് ഓഫ് 12 സ്ക്വയർ 144 പ്ലസ് 5 സ്ക്വയർ 25. ഇനി 144 പ്ലസ് 25 169. ഈ 169 എന്നത് 13ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 13 സ്ക്വയർ എന്ന് വെച്ചാൽ 169 ആണ്. അപ്പോൾ ഈ കർണം 13 ആണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഒരു മട്ടത്രികോണമാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് പൈതഗോറ സിദ്ധാന്തം വെച്ച് ഈ കണക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കർണമാണ് ചോദിച്ചത്. ഇതുപോലെ പാദം ചോദിച്ചാലും ലംബം ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. സുഗു ഒരു സ്ഥലത്തു നിന്നും നേരെ തെക്കോട്ട് 7 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര അകലത്തിലായിരിക്കും? ഇത് നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. ആദ്യം പറഞ്ഞിട്ടുള്ളത് സുഗു ഒരു സ്ഥലത്ത് നിന്നും നേരെ തെക്കോട്ട് 7 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇങ്ങോട്ടാണല്ലോ തെക്ക്, അപ്പോൾ തെക്കോട്ട് 7 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അതിങ്ങനെ വന്നപ്പോൾ ഇടത്ത് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇനി വീണ്ടും ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. 10 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഈ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം, അതായത് ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരമാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ഇവിടെ നിന്ന് ഇവിടം വരെ 7 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു വരയിട്ടാൽ ഇവിടെ നിന്നില്ല അതേ ദൂരമായിരിക്കല്ലോ ഇവിടെ നിന്നും. അപ്പം ഇതും 7 ഇതും 7, 10ൽ 7 ഇത് പോയി. അപ്പോൾ ബാക്കി ഇവിടെ 3 ആയിരിക്കും. ഇനി ഈ താഴെയുള്ള അതേപോലെ ആയിരിക്കുമല്ലോ ഇവിടെ ഉള്ളതും. അപ്പം ഇത് 4. അപ്പം നമുക്ക് ഈ ചിത്രം കണ്ടാൽ ഇപ്പം മനസ്സിലാകും ഇതൊരു മട്ടത്രികോണമാണ്. ഇതാണ് ഇതിൻ്റെ പാദം, ലംബം, കർണം. പാദവും ലംബവും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കർണമാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ പൈതഗോറ സിദ്ധാന്തം ഉപയോഗിച്ച് ചെയ്താൽ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ ഇതിൽ പാദം എന്ന് പറയുന്ന 4 ആണ്. 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16 പ്ലസ് 3 സ്ക്വയർ 9. അപ്പോൾ റൂട്ട് ഓഫ് 16 പ്ലസ് 9, 16 പ്ലസ് 9 25. അപ്പോൾ റൂട്ട് 25 എന്നത് 5ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഈ കർണം എന്ന് പറയുന്നത് 5 ആണ്. ഇതൊരു മട്ടത്രികോണമായതുകൊണ്ടാണ് നമ്മൾ പൈതഗോറ സിദ്ധാന്തം ഉപയോഗിച്ച് ചെയ്തത്.